Hello guys, welcome back to Silent Football. അങ്ങനെ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് പ്രീമിയർ ലീഗ് ഈസ് ബാക്ക് ആൻഡ് ആർസണലിൻ്റെ മത്സരം ഫുൾഹാമിനെതിരെയായിരുന്നു. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ഹോം മാച്ച് ആയിരുന്നു. 2-1 ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വിക്ടറി തന്നെ നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീൻ ഷീറ്റോടെ മത്സരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഡേവിഡ് റായിക്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മത്സരം അവസാനിക്കാൻ 2 മിനിറ്റ് ബാക്കി നിൽക്കുക 94-ാമത്തെ മിനിറ്റിലാണ് ഒരു കോൺസലേഷൻ ഗോൾ ഫുൾഹാം സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ റോഡ്രിഗോ മ്യൂണിസ് വഴി നേടിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റുമായിട്ട് ഡേവിഡ് റായിക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞേനെ. എനിവേ ഇനി മത്സരത്തിൽ ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈനപ്പിൽ ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ബെൻ വൈറ്റ് എഗെയിൻ ചെറിയൊരു തട്ട് മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 2 ദിവസം മുമ്പ് ട്രെയിനിങ് സെഷനിൽ ചെറിയൊരു തട്ട് താരത്തിന് കിട്ടി. അതുകൊണ്ട് താരം ഈ മത്സരത്തിലെ ലൈനപ്പിൽ ഉണ്ടാവുകയില്ല, ബെഞ്ചിലും ഉണ്ടായില്ല എന്നുള്ളതാണ് മിക്കേൽ ആർട്ടേറ്റ അറിയിച്ചത്. അതുപോലെ തന്നെ ദ സ്റ്റാർ ബോയ്സ് ബാക്ക്, ബുക്കായ സാക്ക ബെഞ്ചിൽ ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിൽ ഇറങ്ങുകയും ചെയ്തു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എനിവേ വേറെ കാര്യമായിട്ട് ചേഞ്ചസ് ഉണ്ടായില്ല. അതുപോലെ ലൂയിസ് കെല്ലിയാണ് ലെഫ്റ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. കലഫിയോറി ഇഞ്ചേർഡ് ആണ്, നമുക്കറിയാം. നാഷണൽ ബ്രേക്കിൽ നീ ഇഞ്ചുറി താരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അല്ലാതെ വേറെ കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രൈക്കിംഗ് റോളിൽ മിക്കേൽ മെറീനോ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇനി മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഒരു 3-4-2-1 ഫോർമേഷനാണ് ഫുൾഹാം ഇറങ്ങിയിരുന്നത്. സോ ഒരു 5-man ഡിഫൻസ് ആണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. പക്ഷേ അതിൻ്റെ കാര്യമായ ഒരു ടെൻഷനൊന്നും മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. റൈറ്റ് വിങ്ങിൽ നിന്നാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്നാണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്കിംഗ് ക്രോസസ് വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ബോക്സിലേക്കുള്ളത്. ആൻഡ് ഫുൾഹാമിനാണെങ്കിലും കാര്യം ഇടയ്ക്കൊക്കെ പൊസിഷൻ നമ്മൾ വിട്ടു കൊടുക്കുന്നുണ്ടെങ്കിലും അത് അധികം വൈകാണ്ട് റിട്രീവ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയായിരുന്നു. അല്ലാതെ ഒരുപാട് ഡേഞ്ചർ സിറ്റുവേഷൻസിൽ അത് അവസാനിപ്പിക്കാനായിട്ട് ഫുൾഹാം അറ്റാക്കിംഗ് യൂണിറ്റിനും കഴിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മിഡ്ഫീൽഡിലൊക്കെ അത്യാവശ്യം നമ്മൾ കാര്യമായിട്ട് തന്നെ പന്ത് റിട്രീവിങ് ഫ്രീക്വൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടത് നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ് ആണ്. ഇത്തവണ ആ ഒരു ബ്രസീലിയൻ ഇമ്പാക്റ്റ് കുറേ കാലത്തിന് ശേഷം പ്ലെയർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. 1-on-1 സിറ്റുവേഷൻസിൽ ഒരു മടിയും പ്ലെയർ കാണിച്ചില്ല, ടേക്ക് ഓൺസ് നടത്തുക തന്നെ ചെയ്തു എന്നുള്ളതാണ്. കാസ്റ്റാഗ്നേനൊക്കെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ 6-7 ക്രോസസ്, അറ്റാക്കിംഗ് ക്രോസസ് താരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ശരിക്കും ഈദൻ ന്യൂനർക്ക് നല്ലൊരു അവസരം കിട്ടിയതുമായിരുന്നു ഫസ്റ്റ് തന്നെ ഗോൾ സ്കോറിങ് ഓപ്പൺ ചെയ്യാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഗോൾ കീപ്പർ ലെനോ, പഴയ ആർസണൽ പ്ലെയർ ആണ്, അദ്ദേഹം തടഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് ഫുൾഹാമിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റോൾ ജിംനസിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ റോബിൻസന്റെ ഭാഗത്തുനിന്നൊക്കെ അത്യാവശ്യം നല്ല റണ്ണുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ജൂലിയൻ ടിംബറും തോമസ് പാർട്ടിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ ത്രെറ്റ്സ് ഡീൽ ചെയ്തു, ബോൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. തോമസ് പാർട്ടിയുടെ കാര്യം എടുത്തു പറയണം. നല്ലൊരു മത്സരം തന്നെ, നല്ലൊരു പെർഫോമൻസ് തന്നെ തോമസ് പാർട്ടി കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സോ ഇന്റർസെപ്ഷൻസ് ആണെങ്കിലും ഡ്യുവൽസ് ആണെങ്കിലും ഏരിയൽ ഡ്യുവൽസ് ആണെങ്കിലും ഇടയ്ക്ക് ബ്ലോക്സ് വെക്കുന്നതാണെങ്കിലും പന്ത് പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് നീക്കുന്നതിലാണെങ്കിലും താരം നല്ല രീതിയിൽ തന്നെ ഈ ഒരു മത്സരത്തിൽ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഫാൻസൊക്കെ ചെറുതായിട്ട് ഒച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കോൺട്രാക്റ്റ് കഴിയാതെ താരത്തിന് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നുള്ളതൊക്കെ. പിന്നെ അൺവാണ്ടഡ് ആയിട്ട് സുബിമെൻ്റി ആയിട്ടൊക്കെ കുറേ താരതമ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് അൺവാണ്ടഡ് ആണ്. ബട്ട് സ്റ്റിൽ ഫാൻസ് ചെറുതായിട്ട് ഒച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. തോമസ് പാർട്ടിനെ വിട്ട് കളയരുത്, കാരണം നമ്മുടെ ഒരു സിസ്റ്റത്തിൽ അത്രയ്ക്കും ഇടകലർന്നിട്ടുള്ള പ്ലെയറാണ്. സിസ്റ്റം A to Z അറിയാവുന്ന ഒരു പ്ലെയറാണ്. ആ പ്ലെയറിനെ അങ്ങനെ വെറുതെ വിട്ട് കളയരുത്, കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നൊക്കെ ഫാൻസ് ഇങ്ങനെ ഒച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിവേ മത്സരം നമ്മൾ 2-1 വിജയിച്ചു എന്ന് പറയുമെങ്കിലും നമുക്ക് ശരിക്കും അത്ര നല്ലൊരു എൻഡിങ് ആയിരുന്നില്ല മത്സരത്തിൻ്റെ അവസാനം. 2 മേജർ ഇഞ്ചുറീസാണ് നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞപ്പോൾ പ്രീമിയർ ലീഗിൽ ഇഞ്ചുറീസ് വരുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമുക്കിനി വരാൻ പോകുന്ന മത്സരം, ദ ബിഗ് ഗെയിം, റയൽ മാഡ്രിഡ് ആയിട്ടുള്ള മത്സരത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്ലേയേഴ്സിനെ മിസ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഇഞ്ചുറി കൺസേൺസ് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ നമ്മുടെ വിഷമം എന്ന് പറയുന്നത്. സോ 16-ാമത്തെ മിനിറ്റിൽ മത്സരം തുടങ്ങി 16-ാമത്തെ മിനിറ്റിൽ തന്നെ നമ്മുടെ ഡിഫൻഡറായ ഗബ്രിയേലിനെ, നമ്മുടെ സെൻട്രൽ ബാക്ക് നെടുന്തൂണിനെയാണ് നമുക്ക് മിസ്സായത്. റണ്ണിനിടയിൽ ഹാംസ്ട്രിങ് ടൈറ്റായിട്ട് അദ്ദേഹം ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജേക്കബ് കിവിയറിനെ ഇറക്കി എന്നുള്ളതാണ്. സോ അദ്ദേഹത്തിന് എത്ര മത്സരങ്ങൾ മിസ് ചെയ്യും, അല്ലെങ്കിൽ എത്ര നാൾ അദ്ദേഹം മാറി നിൽക്കും എന്നുള്ളത്, എത്ര നാൾ അദ്ദേഹത്തിൻ്റെ സേവനം നമുക്ക് ടീമിന് കിട്ടാതിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. വലിയ കാര്യമായിട്ട് കൺഫേമിങ് ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ചിലർ പറയുന്നു മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോൾ ഫസ്റ്റ് ലെഗ് നമുക്ക് മിസ്സായേക്കും എന്നുള്ളതാണ്. ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ് സാധാരണ പറയാറ്. ഹാംസ്ട്രിങ് ടൈറ്റ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കണക്ക് പറയാറുണ്ട്. റയൽ മാഡ്രിഡ് മത്സരത്തിൽ ഉണ്ടാവേണ്ടതാണ് ശരിക്കും. നമുക്ക് ആ സെൻറ്റർ ബാക്കിൻ്റെ നെടുന്തൂണ് തന്നെയാണ് സാലിബയുടെ കൂടെ നിൽക്കുന്നത്. സോ ആ ഒരു പ്ലെയറെ മിസ് ചെയ്താൽ വലിയൊരു അടിയായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ജൂലിയൻ ടിംബർ, നമുക്കറിയാം ഓൾറെഡി ടോമിയാസു സീസൺ ഇല്ല. ബെൻ വൈറ്റ് തിരിച്ചു വരവിൻ്റെ പാതയിലായിരുന്നു. പിന്നെയും എഗെയിൻ ഒരു അടി കിട്ടിയപ്പോൾ സോ നമുക്ക് റൈറ്റ് ബാക്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കറക്റ്റ് പ്ലെയർ തോമസ് പാർട്ടിനെ കൂട്ടാണ്ട് ഉള്ളത് ജൂലിയൻ ടിംബർ തന്നെയാണ്. നല്ല വെടിപ്പായിട്ട് പ്ലെയർ ആ പൊസിഷൻ കളിക്കുന്നുമായിരുന്നു. പക്ഷേ പ്ലെയറിന് ഇപ്പോൾ ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഈ ഇഞ്ചുറി ചെറുതായിട്ടൊന്ന് കൺസേൺ കാരണം താരം ഗ്രൗണ്ടിൽ ഇരുന്ന് മെഡിക്കൽ അറ്റൻഷനൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നീട് കണ്ടിന്യൂ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ എഗെയിൻ ആൾക്ക് പറ്റാണ്ടായി, ആൾക്ക് മാറേണ്ടി വന്നു എന്നുള്ളതാണ്. സോ
അതും ഇനി കൺഫർമേഷൻ വരണം, എത്ര നാൾ പ്ലെയർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൺഫർമേഷനൊക്കെ വരേണ്ടതുണ്ട്. ഈ 2 ഇഞ്ചുറി കൺസേൺസും നമ്മുടെ ആ ഒരു വിജയത്തെ ശരിക്കും അങ്ങോട്ട് അതിൻ്റെ ഒരു പൊലിമേനെ ശരിക്കും ബാധിച്ചു എന്നുള്ളതാണ്. എനിവേ ഫസ്റ്റ് ഹാഫിൽ 37ാമത്തെ മിനിറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ഗോൾ കണ്ടെത്തിയത്. മിക്കേൽ മെറീനോ ആണ് ഗോൾ നേടിയത്. 5ാമത്തെ ഗോളാണ് കേട്ടോ. സ്ട്രൈക്കിംഗ് റോളിലേക്ക് വന്നതിന് ശേഷം ആർസണലിന് വേണ്ടി 5ാമത്തെ ഗോളാണ് മിക്കേൽ മെറീനോ നേടുന്നത് എന്നുള്ളതാണ്. ശരിക്കും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലെയർ എന്നുള്ളതാണ്. റൈറ്റ് വിങ്ങിൽ ജൂലിയൻ ടിംബർ വെച്ച് കൊടുത്ത പന്തിലേക്ക് ഈതൻ ന്യൂനറി വെച്ച് കൊടുക്കുന്ന ഒരു ബാക്ക് ക്രോസ് ഉണ്ട്. ശരിക്കും ക്രോസ് വരുമ്പോൾ മിക്കേൽ മെറീനോ ഫ്രണ്ട് ലൈനിലേക്ക് കയറാണ്ട് പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ആ ഒരു ബാക്ക് ക്രോസിന് വേണ്ടി. കറക്റ്റായിട്ട് ഈതൻ ന്യൂനറി വെച്ച് കൊടുത്തു. അതിനുശേഷം മിക്കേൽ മെറീനോ എടുത്തതിന് ശേഷം അദ്ദേഹം ഷോട്ട് വായിക്കുകയായിരുന്നു. ഡിഫൻഡറിൻ്റെ മേത്ത് തട്ടിയാണ് അത് പോസ്റ്റിലേക്ക് കയറിയത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 66ാമത്തെ മിനിറ്റിൽ നമ്മുടെ സ്റ്റാർ ബോയ് ഇറങ്ങി എന്നുള്ളതാണ്. ബുക്കായോ സാക്ക, ഈതൻ ന്യൂനറിക്ക് പകരക്കാരനായിട്ട് ബുക്കായോ സാക്ക ഇറങ്ങിയ ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ വെച്ചു. ഫസ്റ്റ് ഹാഫിൽ ബുക്കായോ സാക്ക വാമപ്പിന് വരുമ്പോൾ തന്നെ സ്റ്റേഡിയം മൊത്തം ഒന്ന് ഇളകി പറഞ്ഞായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ 66ാമത്തെ മിനിറ്റിൽ സ്റ്റാൻഡിങ് ഒവേഷനോടെയാണ് ബുക്കായോ സാക്ക മത്സരത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. എടുത്തു പറഞ്ഞൊരു കാര്യം, സ്റ്റാൻഡിങ് ഒവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ എമിൽ സ്മിത്ത് റോവ്, നമ്മുടെ പഴയ ആർസണൽ പ്ലെയർ മത്സരത്തിലുണ്ടായിരുന്നു, ഫുൾഹാമിനെതിരെ മത്സരത്തിലുണ്ടായിരുന്നു. ബുക്കായോ സാക്ക ഇറങ്ങിയ ആ ഒരു സമയത്ത് തന്നെയാണ് സ്മിത്ത് റോവ് തിരിച്ച് കൂട്ടിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കയറുന്നതും. ആ ഒരു പ്ലെയറിനും അത്യാവശ്യം ചെറിയൊരു സ്റ്റാൻഡിങ് ഒവേഷൻ തന്നെ എമിറേറ്റ്സിൽ കിട്ടിയെന്നുള്ളതാണ്. എനിവേ ബുക്കായോ സാക്ക കളിക്കാൻ ഇറങ്ങി 7ാമത്തെ മിനിറ്റിൽ തന്നെ 73ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോളും ആർസണൽ നേടിയെന്നുള്ളതാണ്. ലെഫ്റ്റിൽ മിക്കേൽ മെറീനോ വെച്ച് കൊടുക്കുന്ന ഒരു റൈസിങ് ക്രോസ്, അതിൻ്റെ ഇടയിലേക്ക് ഗബ്രിയേൽ മാർട്ടിനെല്ലി ടച്ചും കൂടി ആയപ്പോൾ കറക്റ്റ് ലോഫ്റ്റഡ് പൊസിഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോസ്റ്റിന് തൊട്ടടുത്ത് നിന്നിരുന്ന ബുക്കായോ സാക്കയിലേക്ക് പന്ത് എത്തി. വളരെ കംഫർട്ടബിളായിട്ട് ബുക്കായോ സാക്ക ഹെഡർ ഗോൾ നേടുകയായിരുന്നു. സോ ആ ഒരു കംബാക്ക് ശരിക്കും അങ്ങോട്ട് എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംബാക്ക് തന്നെ ആക്കി ബുക്കായോ സാക്ക എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിൽ തിരിച്ചുവരവ്, അല്ലെങ്കിൽ പ്ലേയിങ് 11ലേക്കുള്ള തിരിച്ചുവരവ് അത്രയും ഗംഭീരമാക്കി ബുക്കായോ സാക്ക എന്നുള്ളതാണ്. സോ അതിനുശേഷം പിന്നീട് 80 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് ഫുൾഹാമിൻ്റെ ഭാഗത്ത് നിന്ന് ത്രെറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്നുള്ളതാണ്. ശരിക്കും 81ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ റോഡ്രിഗോ മ്യൂനസിന് നല്ലൊരു കിഡിലൻ സിറ്റർ ഹെഡർ ചാൻസ് കിട്ടിയതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് പുറത്തേക്ക് പോയിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 94ാമത്തെ മിനിറ്റിലാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ സെസേഗ്നൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് അത്ര കറക്റ്റായിട്ട് അറിയില്ല, ആ ഒരു പ്ലെയറിൻ്റെ റണ്ണ് ലൂയിസ് കെല്ലിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. സോ അവിടെ റൈറ്റ് വിങ്ങിൽ നിന്ന് ആ ഒരു പ്ലെയർ കൊടുക്കുന്ന ക്രോസിലേക്കാണ് മ്യൂനസിൻ്റെ വക മ്യൂനസ് ഷോട്ട് അടിച്ച് ഗോൾ നേടുന്നു 94ാമത്തെ മിനിറ്റിൽ. സോ അതിനുശേഷം ആ 2 മിനിറ്റ് മാത്രം ആ ഒരു ചെറിയൊരു ടെൻഷൻ കൊണ്ടുവരാനേ ഫുൾഹാമിന് കഴിഞ്ഞുള്ളൂ മത്സരത്തിൽ. എനിവേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മത്സരം വളരെ കംഫർട്ടബിൾ ആയിരുന്നു നമുക്കെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നല്ല പെർഫോമൻസ് ഈ മത്സരത്തിൽ വന്നു. ഇപ്പോൾ ജേക്കബ് കിവിയർ ആണെങ്കിലും ഗബ്രിയേൽ പോയതിനു ശേഷം അത്യാവശ്യം വെടിപ്പായിട്ട് തന്നെ ആ ഒരു സെൻറ്റർ ബാക്ക് പൊസിഷൻ കീപ്പ് ചെയ്തെന്നുള്ളതാണ്. മേ ബി പറയാൻ പറ്റില്ല, റയൽ മാഡ്രിഡുള്ള മത്സരത്തേക്കൊക്കെ പോകുമ്പോൾ ജേക്കബ് കിവിയറിനൊക്കെ നല്ലൊരു റോള് കളിക്കാനുണ്ടാവും, ഗബ്രിയേൽ മത്സരത്തിൽ ഉണ്ടായില്ലെങ്കിൽ എന്നുള്ളതാണ്. ഒരേ ഒരു സങ്കടം എന്ന് പറയുന്ന ഈ ഒരു മത്സരത്തിൽ ആ ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ്. മിഡ്ഫീൽഡിലാണെങ്കിലും ഡെക്ലാൻ റൈസ് ആണെങ്കിലും തോമസ് പാർട്ടി ആണെങ്കിലും നേരത്തെ പറഞ്ഞ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു. ആൻഡ് ഗബ്രിയേൽ മാർട്ടിനെല്ലിയുടെ കുറേ കാലത്തിന് ശേഷമുള്ള വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. സോ ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് വീക്കെൻഡിൽ എവർട്ടനായിട്ടൊരു മത്സരമുണ്ട്. അതിനുശേഷമാണ് നെക്സ്റ്റ് മിഡ് വീക്കിൽ റയൽ മാഡ്രിഡ് എവറേസ്റ്റ് സ്റ്റേഡിയത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. സോ ഇനി റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരവിടെ കോപ്പ ഡെൽ റേയിൽ ഒരു അടിപൊളി വിക്ടറി നേടിയിട്ടാണ് ഇരിക്കുന്നത്. റോയൽ സൊസൈഡാഡിനെതിരെ സെമി ഫൈനലിൽ ഒരു ത്രില്ലർ മാച്ച് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു മത്സരത്തിന് ശേഷം കോപ്പ ഡെൽ റേ ഫൈനൽ സ്പോട്ട് അവർ ഉറപ്പിച്ചു എന്നുള്ളതാണ്. സാന്റിയാഗോ പറഞ്ഞ പോലെ ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജുമായിട്ടാണ് റയൽ മാഡ്രിഡ് റയൽ സോസിഡാഡിനെതിരെ കോപ്പ ഡെൽ റേ സെമി ഫൈനലിൽ സെക്കൻഡ് ലെഗ് സ്റ്റാർട്ട് ചെയ്തത്. മത്സരം തുടങ്ങി 16ാമത്തെ മിനിറ്റിൽ തന്നെ ആൻഡർ ബെറൻസിയ വഴി റയൽ സൊസൈഡാഡ് ലീഡിംഗ് ഗോൾ നേടി. 30ാമത്തെ മിനിറ്റിൽ എൻട്രിക്ക് ഇക്വലൈസിങ് ഗോൾ കണ്ടെത്തിയ ഒരു ബ്യൂട്ടിഫുൾ ചിപ്പിംഗ് ഷോട്ടായിരുന്നു അത്. സോ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ 2 വട്ടം ഡേവിഡ് അലാബ വില്ലനായി എന്നുള്ളതാണ്. 72ാമത്തെ മിനിറ്റിലും 80ാമത്തെ മിനിറ്റിലും. 72ാമത്തെ മിനിറ്റിലും ഒരു റിയൽ സോസിഡാഡിൻ്റെ ഒരു അറ്റംപ്റ്റഡ് പാസ് ആയിരുന്നു, പക്ഷെ അത് അലാബയുടെ കാലിൽ തട്ടി ഗോൾ കീപ്പറായി ലുനിനെയും കബളിപ്പിച്ച് ഗോൾ പോസ്റ്റിനകത്ത് കയറി. 80ാമത്തെ മിനിറ്റിൽ ഒയർസബാലിൻ്റെ ഒരു ഷോട്ടായിരുന്നു, അത് എഗെയിൻ ഡേവിഡ് അലാബയുടെ മേത്ത് തട്ടി ഡയറക്ഷൻ തെറ്റി ലുനിനെയും കബളിപ്പിച്ച് എഗെയിൻ പോസ്റ്റിൽ കയറി. സോ അങ്ങനെ 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 3-1 എന്നുള്ളതായ സ്കോർ ലൈൻ. അഗ്രിഗേറ്റിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് റിയൽ സോസിഡാഡ്. പക്ഷേ സ്ഥലം എന്താ പറയുക, സാന്റിയാഗോ ബെർണബു ആയിരുന്നു. അവിടെ എങ്ങനെ പോയാലും അവസാനം ഒരു വഴി റയൽ മാഡ്രിഡ് കണ്ടെത്തും. അവന്മാരൊരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നീടുള്ള 6 മിനിറ്റിൽ 2 ഗോളാണ് വീണത്. ആദ്യം വിനീഷ്യസ് ജൂനിയർ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വെച്ച് കൊടുത്ത ഒരു അസിസ്റ്റിലേക്ക് ജൂഡ് ബെല്ലിംഗാമിൻ്റെ വക ഒരു ഗോൾ. അതിനുശേഷം റോഡ്രിഗോൻ്റെ വക ഒരു കോർണർ കിക്കിലേക്ക് ചാമനിയുടെ വക ഹെഡർ ഗോൾ. സോ അങ്ങനെ 86ാമത്തെ മിനിറ്റ് ആയപ്പോൾ തന്നെ കാര്യങ്ങൾ 6 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. എഗെയിൻ ലീഡിലേക്ക്
ടോട്ടൽ അഗ്രിഗേറ്റ് ലീഡിലേക്ക് റയൽ മാഡ്രിഡ് വന്നു. മത്സരം അവസാനിക്കുന്ന നിമിഷങ്ങൾ മാത്രം 93-ാമത്തെ മിനിറ്റിൽ ഫ്രീ കിക്കിൽ നിന്നും ഒയർസബാളിൻ്റെ വക അഗെയിൻ ഒരു ഹെഡർ ഗോൾ ഫോർ റയൽ സൊസിഡാഡ്. സോ അങ്ങനെ മത്സരം 4-4 റെഗുലർ ടൈം അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരം 115-ാമത്തെ മിനിറ്റിൽ ആരാഗുലർ എടുക്കുന്ന കോർണർ കിക്കിൽ റുഡിഗർ തല വെച്ചാണ് റയൽ മാഡ്രിഡ് മത്സരം വിജയിക്കുന്നത്. 115-ാമത്തെ മിനിറ്റിലാണ് റുഡിഗർ ആ ഹെഡർ ഗോൾ നേടിയത്. ആ ഒരു വിജയം റയൽ മാഡ്രിഡിന് നേടിക്കൊടുത്തു എന്നുള്ളതാണ്. സോ അങ്ങനെ ഈ ഒരു സീസണിലെ കോപ്പ ഡെൽ റേ ഫൈനലിലേക്ക് റയൽ മാഡ്രിഡ് സ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളതാണ്. അവരുടെ ഒപ്പോണൻസ് ആരാന്ന് എനിക്ക് അറിയേണ്ട കാര്യമാണ്. സോ എന്തായാലും റയലും ആർസണലും തമ്മിലുള്ള മത്സരം അടുത്ത് വരുമ്പോൾ രണ്ട് ടീമിൻ്റെ ഫാൻസും രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഇങ്ങനെ മാറി മാറി ഉറ്റു നോക്കുമായിരിക്കും. പിന്നെ പ്രീമിയർ ലീഗിൽ ആർസണൽ ഇപ്പോൾ 9 പോയിന്റ് വ്യത്യാസത്തിലാണ് ലിവർപൂളിന് താഴെ നിൽക്കുന്നത്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, പറയേണ്ട കാര്യമില്ല, എന്നാലും പറയുന്നതേ ഉള്ളൂ. എനിവേ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ലിവർപൂൾ അത്രയ്ക്ക് നന്നായിട്ട് സ്ലിപ്പായാൽ മാത്രമാണ് പ്രീമിയർ ലീഗിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉള്ളൂ. പക്ഷേ എന്നാലും ഇപ്പോൾ പറഞ്ഞു പോയതേ ഉള്ളൂ, 9 പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. റയലാണെങ്കിൽ കോപ്പ ഡെൽ റേ ഫൈനൽ പൊസിഷനിലേക്കും ഫൈനൽ സ്പോട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. സോ എന്തായാലും ഈ മത്സരം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. അതേപോലെ ആർസണലിൻ്റെ പുതിയ ഇഞ്ചുറി കൺസേൺസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. മിക്കേൽ ആർട്ടറ്റ പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ഇഞ്ചുറി കൺസേൺസ് വെച്ച് കളിക്കുന്നത് പുതിയൊരു കാര്യമല്ല, ഞങ്ങളിപ്പോൾ ഒരുപാട് ഞങ്ങളുടെ സ്റ്റാർ പ്ലേയേഴ്സ് ഇഞ്ചുറി കാരണം സീസണിൻ്റെ പല സമയങ്ങളും നഷ്ടമാകുമ്പോൾ ഞങ്ങളതൊക്കെ കോപ്പപ്പ് ചെയ്ത് കളിക്കാറുണ്ട്, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെയാണ് മിക്കേൽ ആർട്ടറ്റ പറഞ്ഞത്. അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ.